അയാൾ പിന്നോക്കം ചാഞ്ഞിരുന്ന് ചാഞ്ചല്യമില്ലാത്ത കണ്ണുകളാൽ തൻ്റെ മുന്നിൽ വിസ്മയമിഴികളോടെ ഇരിക്കുന്ന മധ്യവയസ്കയെ നോക്കി. പ്രിയംവദ കാൽക്കറിൽ നിന്ന് ആശ്വാസത്തിൻ്റെ, പ്രതീക്ഷയുടെ ഒരു നിശ്വാസം കാറ്റിൽ കലർന്നു. മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ അൻവർ അബ്ദുള്ളയുടെ ഈ ബുക്ക് ഒരു വേറിട്ട വായനാനുഭവം പകരുന്ന ഒന്നാണ്. സിറ്റി ഓഫ് എം. ശിവശങ്കർ പെരുമാൾ എന്ന സ്വകാര്യ അന്വേഷകന്റെ കാഴ്ചകളിലൂടെ വികസിക്കുന്ന ഈ നോവലിൽ വന്നു പോകുന്ന ഓരോ കഥാപാത്രങ്ങളും വായനക്കാരുമായി ഒരു ബന്ധം പുലർത്തുന്നുണ്ട്. വിജയ് കാൽക്കർ, അരുൺ കാൽക്കർ, രണ്ട് സഹോദരങ്ങൾ. അവരെ കാണാതാകുന്നതോടെ മക്കളെ തിരക്കിയിറങ്ങുന്ന അമ്മ പ്രിയംവദ അടഞ്ഞ വാതിലുകളുടെ മുന്നിൽ നിന്നും എത്തി നിൽക്കുന്നത് ശിവശങ്കർ പെരുമാൾ എന്ന മനുഷ്യന്റെ മുന്നിലാണ്. ഒരു ഫോൺ പോലും ഉപയോഗിക്കാത്ത, മണ്ണിനോട് കൂട്ടുകൂടി പാലക്കാടുള്ളതിൻ്റെ കൃഷിയിടത്തിൽ പണിയെടുക്കുന്ന പെരുമാളിന് ഇതിൽ എന്ത് കാര്യം എന്നാവും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ. എന്നാൽ ഇദ്ദേഹത്തിന് ഈ ചോദ്യത്തിന് മറുപടി ലഭിക്കുന്നത് ശിവശങ്കർ പെരുമാൾ എന്ന വ്യക്തിയുടെ ഭൂതകാലത്തിൽ നിന്നുമാണ്. റോയിയുടെ മുൻ ഉദ്യോഗസ്ഥനായ പെരുമാൾ ആ അമ്മയുടെ ആവശ്യം സ്വീകരിക്കുന്നതോടെ നോവൽ അതിന്റെ ത്രില്ലിംഗ് മോഡിലേക്ക് കയറുകയാണ്. കാൽക്കർ സഹോദരങ്ങളുടെ തിരോധാനത്തിന് പിന്നിലെ ചുരുളുകൾ മെല്ലെ മെല്ലെ ശിവശങ്കർ പെരുമാൾ അഴിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം കേട്ട ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിച്ചു തുടങ്ങുന്നു. എന്നാൽ പുതിയ പുതിയ ചോദ്യങ്ങൾ ഉരുവം കൊണ്ടു തുടങ്ങുന്നു. ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ തേടിയുള്ള യാത്രയാണ് ഈ പുസ്തകം. മെല്ലെ മെല്ലെ സമയമെടുത്ത് മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നോവൽ. പൊതുവെ അൻവർ അബ്ദുള്ളയുടെ നോവലുകൾക്ക് ഈ ഒരു സ്വഭാവമാണുള്ളത്. അതേ രീതികൾ ഈ നോവലിലും ആവർത്തിച്ചിട്ടുണ്ട്. പലപ്പോഴും പെരുമാളിനൊപ്പം മുംബൈ നഗരത്തിലെ ഗലികളിലൂടെ, ഫുട്പാത്തിലൂടെ ചൂട് സഹിച്ച് വിയർത്തൊലിച്ച് നമുക്കും നടക്കേണ്ടി വരുന്നുണ്ട്. കാൽക്കർ സഹോദരന്മാരും മറ്റ് കഥാപാത്രങ്ങളും ചിരപരിചിതരെ പോലെ നമുക്ക് മുന്നിൽ വന്നു നിന്ന് ചിരിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, നഷ്ടബോധത്താൽ അലമുറയിടുന്നുണ്ട്. വിഷാദത്തിലാണ്ട് വീണു പോകുന്നതും ഉയർത്തെഴുന്നേക്കുന്നതും എല്ലാം കാണാനാവും നമുക്ക് ഈ നോവലിൽ. ഏറ്റവും പ്രത്യേകത എന്ത് എന്നാൽ, നിങ്ങളൊരു ദ്രുത വായനക്കാരനാണെങ്കിൽ, മുൻപ് പറഞ്ഞതുപോലെ തന്നെ ദ്രുത വായനയ്ക്ക് ഉതകുന്ന ഒരു നോവലല്ല സിറ്റി ഓഫ് എം. വായനയ്ക്കിടയിൽ എവിടെയൊക്കെയോ പരിചയം തോന്നുന്ന പല സന്ദർഭങ്ങളും ഈ നോവലിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രവചിക്കാമെന്ന് കരുതുമ്പോഴും പ്രവചനാതീതമാകുന്ന പല സന്ദർഭങ്ങളും വീണ്ടും വീണ്ടും നമുക്ക് മുന്നിലൂടെ വന്നു പോകുന്നുമുണ്ട്. അതാണല്ലോ അതിലെ ഒരു ആസ്വാദ്യതയും. അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും ഈ നോവൽ ഒരു വ്യത്യസ്തമായ അനുഭവമായി തീരുമെന്നതിന് ഒരു സംശയവുമില്ല. നിങ്ങളുടെ വായനയുടെ കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഉൾപ്പെടുത്താൻ മറന്നുപോയ ഒന്നാണ് ഇതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊന്ന് വായിക്കാം. പുതുമകളുടെയും സവിശേഷതകളുടെയും ഒരു വലിയ ലോകമൊന്നും തുറന്നു നൽകുന്നില്ല എങ്കിൽ കൂടിയും നല്ലൊരു വായനയ്ക്ക്, നല്ലൊരു വായനക്കാരനെ തൃപ്തിപ്പെടുത്തുവാൻ ഈ നോവലിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം. എന്തായാലും നിങ്ങളുടെ വായനയുടെ കൂട്ടത്തിലേക്ക് ഈ ഒരു പുസ്തകം കൂടി ചേർക്കുന്നത് ഒരിക്കലും ഒരു നഷ്ടമാവില്ല. അപ്പോൾ മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി ഉടനെ വീണ്ടും നമുക്ക് കാണാം. ബൈ.